23-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും പടിഞ്ഞാറൻ ഏഷ്യൻ യുദ്ധം പുതിയ വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ വേഗത്തിൽ അവസാനിക്കുമെന്ന് കരുതിയ ഈ സംഘർഷത്തിൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇസ്രയേലും നടത്തിയ ഇന്റലിജൻസ് വിലയിരുത്തലുകൾ പ്രകാരം ഇറാൻ വേഗത്തിൽ തളരുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ യുദ്ധം തീളുന്നതിനിടെ ഇറാന്റെ യഥാർത്ഥ സൈനിക ശേഷി ലോകത്തിന് മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ്. ടെഹ്റാൻ ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ ഇസ്രയേൽ നിരന്തരമായ ആക്രമണം തുടരുകയാണ്. വലിയ തോതിൽ നാശനഷ്ടങ്ങളും മനുഷ്യഹാനിയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ പൂർണ്ണമായും തളർന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതുവരെ തുടരുന്ന ചെറുത്തുനിൽപ്പ് മാത്രമല്ല, ചില മേഖലകളിൽ ഇറാൻ തിരിച്ചടികളും ശക്തമാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് തന്നെ അമേരിക്കയെയും ഇസ്രയേലിനെയും ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോകത്തെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്നാമത്, യുദ്ധം ഉടൻ അവസാനിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്, ഈ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള ഭീഷണി ഉയരുകയാണ്. മൊത്തത്തിൽ ഒരു പ്രാദേശിക സംഘർഷമായി തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിയായി മാറുന്നുവെന്നാണ് വിലയിരുത്തൽ. അടുത്ത ദിവസങ്ങൾ അതീവ നിർണായകമാകും.